ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള PSC മെൻറ്ററിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അതോടൊപ്പം ഇന്നിടുന്ന PDF എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീം ലക്ഷ്യയുടെ ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള ഇതിൽ കാറ്റഗറിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് തന്നെയാണ്. എന്താണ് പഞ്ചവത്സര പദ്ധതികൾ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു എക്സാമിനും ഒഴിച്ച് എന്താ പറയുക, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക് തന്നെയാണ് പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ള ആ ഒരു ഭാഗം. അതിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് ടീം ലക്ഷ്യയുടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്ന അറിയില്ല, ടെലഗ്രാം ചാനലിൽ അവർ ക്ലാസ്സുകൾ മീൻസ് ഇപ്പോൾ ഒരാഴ്ചയിൽ അധികമായിട്ട് അവർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടൈം ടേബിൾ അനുസരിച്ചിട്ട് PDF-ഉം അതുപോലെ ക്ലാസ്സുകളും എക്സാമുകളും എല്ലാം വളരെ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിലെ ഒരു PDF ആണ് ഇന്ന് തന്നിട്ടുള്ള PDF ആണ് പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ള ഒരു പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട് ഒരു PDF. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇതൊരു കമ്പൈൻ സ്റ്റഡി എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ അവതരിപ്പിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ പല ആളുകളും വീട്ടമ്മമാരുണ്ടാവാം, അല്ലാതെ ജോലിക്ക് പോകുന്നവരുണ്ടാവാം, ഇവർക്കൊക്കെ ഒരു പക്ഷേ PDF നോക്കിയിരുന്ന് വായിക്കാൻ ബുദ്ധിമുട്ട് ഉള്ളവരുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ അതങ്ങനെ വായിച്ചു പോവാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു ചാനലിൽ ഇത് മാത്രമല്ല, നമുക്ക് PSC എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് എക്സാമുകളുടെ ഒരു പെരുമഴ എന്ന് തന്നെ പറയാം അല്ലേ. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, അങ്ങനെ തുടങ്ങിയ ഒരുപാട് എക്സാമുകൾ ഇനി അങ്ങോട്ട് VFA വരുന്നുണ്ട്, LDC വരുന്നുണ്ട്, LP UP എല്ലാം കൂടെ അങ്ങോട്ട് വരികയാണ്. ഓരോന്ന് കഴിയുമ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അപ്പോൾ ഇനി പഠനം അത്രയും ജോലിക്ക് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. ഞാനും അതിലൊരു ഉദ്യോഗാർത്ഥി തന്നെയാണ്. അപ്പോൾ നമുക്ക് പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നോടൊപ്പം നിങ്ങൾക്കും എൻ്റെ യാത്രയിൽ നിങ്ങൾക്കും എൻ്റെ കൂടെ കൂടാം. ഓക്കെ, ഒരു കമ്പൈൻ സ്റ്റഡി എന്നുള്ള രൂപത്തിൽ അങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഞാൻ തരുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇത് ഒരു സർക്കാർ ജോലി എന്നുള്ള നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരിക്കും ഞാനിപ്പോൾ ഈ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, തരുന്നത്, എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ നമുക്ക്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതികൾ പാർട്ട് 1 ആണ് കേട്ടോ. അപ്പോൾ പാർട്ട് 2 ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇന്ന് പഠിക്കാൻ തന്നിട്ടുള്ള കണ്ടന്റ്, അതായത് ഒരു 8 പേജോളം നമുക്ക് ഇന്ന് പഠിക്കാനായിട്ടുണ്ട്. ഇത് മുഴുവൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ ഇതിന്റെ പോൾ എക്സാം ഉണ്ടായിരിക്കും. അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും, പക്ഷെ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാണ്, ഇതിന്റെ പോൾ എക്സാം ടെലഗ്രാം ചാനലിൽ, അവരുടെ ടെലഗ്രാം ചാനലിലുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് എക്സാം ഒക്കെ ഒന്ന് എഴുതി നോക്കുക. ഈ ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടോ, അതല്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, ഞാൻ ഇത് ഞാൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നവർ എൻ്റെ കൂടെ കൂടിക്കോ. നമുക്ക് എന്ത് ചെയ്യാം, ഈ അടുത്ത് വരുന്ന എക്സാമുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ റാങ്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ പഞ്ചവത്സര പദ്ധതികളാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. എന്താണ് പഞ്ചവത്സര പദ്ധതികൾ? ഒരു പ്രത്യേക ലക്ഷ്യത്തെ മുൻനിർത്തി 5 വർഷത്തേക്ക് ഗവൺമെന്റ് തയ്യാറാക്കുന്ന പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ജോസഫ് സ്റ്റാലിൻ ആണ്. റഷ്യക്കാരനാണ് ജോസഫ് സ്റ്റാലിൻ. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാണ്. ഈ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച ആദ്യ രാജ്യം
റഷ്യയാണ് അല്ലെ. റഷ്യ അല്ലെങ്കിൽ USSR എന്ന് പറയും, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ പറയും. അപ്പൊ ഏത് വർഷമാണ് റഷ്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്? 1928, 29 കാലഘട്ടത്തിൽ. ഇനി പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-ന്. പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം എന്നാണ്? 1951-ലാണ്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. പഞ്ചവത്സര പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം 1951. PYQ ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ചൈനയിൽ നടപ്പിലാക്കിയ വർഷം എന്നാണ് ചോദിച്ചാൽ അത് 1953. അതായത് ഇന്ത്യയിൽ നടപ്പിലാക്കി 2 വർഷം കഴിഞ്ഞിട്ട്, അങ്ങനെ ആലോചിച്ച് വെച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ വീണ്ടും 2 വർഷം കഴിഞ്ഞിട്ട് 1955 പഞ്ചവത്സര പദ്ധതി പാകിസ്ഥാനിൽ നടപ്പിലാക്കി. ഇനി 1956 ഇന്ത്യയിൽ സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി നേപ്പാളിൽ നടപ്പിലാക്കിയ വർഷം അല്ലെ? 1956. അപ്പോ ഇന്ത്യയിൽ 1951 ആണെങ്കിൽ ചൈനയിൽ 1953, പാകിസ്ഥാനിൽ 55, ഇന്ത്യയിൽ നമ്മുടെ നേപ്പാളിലെ 56. ഓക്കെ. ഇനി അങ്ങനെയെങ്കിൽ ഭൂട്ടാനിൽ ഇന്ത്യയിൽ സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം എന്ന് പറയുന്നത് 1961-ലാണ്. ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണെന്നറിയോ? റഷ്യയാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി നെഹ്റുവാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, റഷ്യയാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? നെഹ്റുവാണ്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പൊ ആരായിരിക്കും? ജവഹർലാൽ നെഹ്റു ആയിരിക്കും. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി PC മെഹ്ലനോബിസ്. പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ്. പഞ്ചവത്സര പദ്ധതികൾ പാസാക്കുന്നത് NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അല്ലെങ്കിൽ ദേശീയ വികസന സമിതി. പഞ്ചവത്സര പദ്ധതികൾ തയ്യാറാക്കുന്നത് ആസൂത്രണ കമ്മീഷൻ ആണെങ്കിൽ പാസാക്കുന്നത് ആരാണ്? NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അല്ലെങ്കിൽ ദേശീയ വികസന സമിതി. പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്ന മാസം ഏപ്രിൽ 1. പഞ്ചവത്സര പദ്ധതികൾ അവസാനിക്കുന്ന മാസം മാർച്ച് 31. പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്ന മാസം ഏപ്രിൽ 1 ആണ്. പഞ്ചവത്സര പദ്ധതികൾ അവസാനിക്കുന്ന മാസം മാർച്ച് 31. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951 ഏപ്രിൽ 1 മുതൽ 1956 മാർച്ച് 31 വരെ. ഓക്കെ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചാൽ 1951, 1956, അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 1951 ഏപ്രിൽ 1 മുതൽ 1956 മാർച്ച് 31 വരെ. ഇന്ത്യയിൽ ഇതുവരെ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളുടെ എണ്ണം എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ. അത് അറിയാലോ. ഇന്ത്യയിൽ ഇതുവരെ എത്ര പഞ്ചവത്സര പദ്ധതികളാണ് നടപ്പിലാക്കിയത്? 12 എണ്ണം. ഇന്ത്യയിൽ ഇതുവരെ കാലാവധി പൂർത്തിയാക്കിയ പഞ്ചവത്സര പദ്ധതി 11 എണ്ണം. ഇന്ത്യയിൽ ഇതുവരെ കാലാവധി പൂർത്തിയാക്കിയ പഞ്ചവത്സര പദ്ധതിയുടെ എണ്ണം ചോദിച്ചാൽ 11. കാലാവധി പൂർത്തിയാക്കാത്ത പഞ്ചവത്സര പദ്ധതി അപ്പൊ ഏതായിരിക്കും? 5-ാം പഞ്ചവത്സര പദ്ധതി 1974, 79 ആ ഒരു സമയത്തുള്ളത്. ഇത് 4 സാമ്പത്തിക വർഷം മാത്രമേ 5-ാം പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയിട്ടുള്ളൂ. 1978 വരെ. ഓക്കെ ആണല്ലോ. ഇതുവരെയുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്ത്യയിൽ ഏറ്റവും വളർച്ച കൈവരിച്ച പഞ്ചവത്സര പദ്ധതി 11-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ഏറ്റവും വളർച്ച കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ചോദിക്കുകയാണെങ്കിൽ അത് 11-ാമത്തെ പഞ്ചവത്സര പദ്ധതി. വർഷം നോട്ട് ചെയ്യുക, 2007, 2012 ആ ഒരു കാലഘട്ടത്തിൽ. അതായത് 8% വളർച്ച കൈവരിച്ചു. PSC ആൻസർ 7.9% എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 8% എന്ന് എടുക്കാം. രണ്ടും കൂടെ എന്തായാലും വരില്ല, ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, 7.9 എന്ന് പറഞ്ഞാൽ 8 തന്നെയാണ്. അപ്പോൾ
എന്താ നമ്മുടെ 7.9 അവിടെ ഓപ്ഷനിലും കണ്ടാൽ അത് ചെയ്യാൻ നമുക്ക് കറുപ്പിക്കാനായിട്ട് പറ്റൂ കേട്ടോ. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഏറ്റവും പരാജയം കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഏറ്റവും പരാജയം കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ അപ്പോൾ അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. വളർച്ച കൈവരിച്ചത് 11 ആണെങ്കിൽ 3 പരാജയം കൈവരിച്ചു. 1961, 66 കാലഘട്ടത്തിലാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. നെഗറ്റീവ് വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 50-ാം വർഷം പൂർത്തിയാക്കിയപ്പോൾ ഉള്ള പഞ്ചവത്സര പദ്ധതിയാണ് 9-ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 50-ാം വർഷം പൂർത്തിയാക്കിയപ്പോൾ ഉള്ള പഞ്ചവത്സര പദ്ധതി ഏതാണ്? അത് 9-ാം പഞ്ചവത്സര പദ്ധതി. വർഷം എന്താണെന്നറിയോ? 1997, 2002. അന്ന് പ്രധാനമന്ത്രി IK ഗുജ്റാൾ ആയിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 50-ാം വർഷം പൂർത്തിയാക്കിയപ്പോൾ ഉള്ള പഞ്ചവത്സര പദ്ധതിയാണ് 9-ാം പഞ്ചവത്സര പദ്ധതി. അതായത് 1997, 2002 കാലഘട്ടത്തില്. അന്ന് പ്രധാനമന്ത്രി IK ഗുജ്റാൾ ആയിരുന്നു. ഇനി ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ 50-ാം വർഷം പൂർത്തിയാക്കിയപ്പോൾ ഉള്ള പഞ്ചവത്സര പദ്ധതി 9-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1997, 2002 അല്ലെ? പ്രധാനമന്ത്രി ഈ സമയത്ത്, അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ 50-ാം വർഷം പൂർത്തിയാക്കിയപ്പോൾ ആ സമയത്ത് ആരായിരുന്നു പ്രധാനമന്ത്രി? AB വാജ്പേയി ആയിരുന്നു. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചേക്കുക, IK ഗുജ്റാളും അതുപോലെ AB വാജ്പേയിയും ഒക്കെയാണെന്ന് വിചാരിക്കുന്നു. പഞ്ചവത്സര പദ്ധതികളുടെ പൊതു ലക്ഷ്യം എന്ന് വെച്ചാല് 1 സ്വാശ്രയത്വം, 2 സമത്വം, 3 സാമ്പത്തിക വളർച്ച, 4 ആധുനികവൽക്കരണം. എന്തൊക്കെയാണ് പഞ്ചവത്സര പദ്ധതികളുടെ പൊതുലക്ഷ്യം? സ്വാശ്രയത്വം, സമത്വം, സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം. ഒന്നുകൂടെ എന്റെ കൂടെ പറഞ്ഞു നോക്കൂ. സ്വാശ്രയത്വം, സമത്വം, സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം. ഇനി ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം നോക്കാം നമുക്ക്. 1-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ 1951, 56 കാലഘട്ടത്തിൽ. 1951 മുതൽ 56 വരെ. അതാണ് ഏത്? 1-ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ 56 മുതൽ 61 വരെ ഏതായിരുന്നു? 2-ാം പഞ്ചവത്സര പദ്ധതി. 61, 66, 1961, 66 ആ ഒരു സമയത്ത് 3-ാം പഞ്ചവത്സര പദ്ധതി. ഇനി ഇതിനിടക്ക് വരുന്നുണ്ട് 66, 69, അതിനിടക്ക് വരുന്നതാണ്, ആ ഒരു സമയത്ത് വരുന്നതാണ് പ്ലാൻ ഹോളിഡേ. മനസ്സിലായോ? പ്ലാൻ ഹോളിഡേ. ഇനി 69, അപ്പോ പ്ലാൻ ഹോളിഡേ 1966, 1969. 1969 മുതൽ 1974 വരെ 4-ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ ആണല്ലോ. ഇനി 1974 മുതൽ 79 വരെ ഏതായിരുന്നു? 5-ാം പഞ്ചവത്സര പദ്ധതി. 5-ാം പഞ്ചവത്സര പദ്ധതി നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് 1978 മുതൽ 80 വരെയാണ് റോളിംഗ് പ്ലാൻ. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ പ്ലാൻ ഹോളിഡേ, റോളിംഗ് പ്ലാന്, ആനുവൽ പ്ലാന്, ഇത് മൂന്നും ഇതിനിടയിൽ വരുന്നുണ്ട്. അതും കൂടെ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, എന്നാണ് വരുന്നത് എന്നുള്ളത്. 1966, 69 പ്ലാൻ ഹോളിഡേ ആണ്. പിന്നെ 69, 74 4-ാം പഞ്ചവത്സര പദ്ധതി. 5-ാം പഞ്ചവത്സര പദ്ധതി 74, 79. 6-ാം പഞ്ചവത്സര പദ്ധതി അതിന് മുന്നെയാണ് റോളിംഗ് പ്ലാന് 78, 80. ഓക്കെ, പിന്നെ 80, 85 6-ാം പഞ്ചവത്സര പദ്ധതി. 85, 90 അതേതാണ്? 7-ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ 90, 92 അവിടെയാണ് ആനുവൽ പ്ലാൻ വരുന്നത്. ഓക്കെ, ആനുവൽ പ്ലാൻ വരുന്നത്. പ്ലാൻ ഹോളിഡേ എന്നാ വരുന്നത് നമ്മൾ പഠിച്ചു, റോളിംഗ് പ്ലാൻ എന്നാ വരുന്നത് പഠിച്ചു. ആനുവൽ പ്ലാന് 90, 92. ഇനി 92, 97 ആ ഒരു സമയത്ത് 8-ാം പഞ്ചവത്സര പദ്ധതി. 1997, 2002 9-ാം പഞ്ചവത്സര പദ്ധതി. 10-ാം പഞ്ചവത്സര പദ്ധതി 2002, 2007. 11-ാം പഞ്ചവത്സര പദ്ധതി 2007, 2012. 12-ാം പഞ്ചവത്സര പദ്ധതി 2012, 2017. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ
ഇത് എന്താ പറയാ, നമ്മൾ ഫസ്റ്റ് ഇടുന്ന വീഡിയോ അല്ലേ. അപ്പോൾ ഇന്ന് ഇത്രയും മതി. നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് മുന്നോട്ട് പോയാൽ ഉപകാരപ്പെടുമോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ ക്ലാസ് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ തരുന്ന ഓരോ ദിവസവും പഠിക്കാനായിട്ട് തരുന്ന PDF-കൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതുപോലെ ക്ലാസ് എടുത്തിട്ട് പോയാൽ നിങ്ങൾക്ക് പിന്നെ ഈ ക്ലാസ് കേട്ടതിന് ശേഷം അവിടെ പോയി എക്സാം എഴുതുമ്പോൾ ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.